കോഞ്ചിറ പള്ളിയിലാണ്. കോഞ്ചിറ പള്ളിയുടെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മളവിടെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെള്ളായണി ഇതുപോലെയാണെന്ന് തോന്നുന്നു. കുറച്ച് വരമ്പും തോടും കാര്യങ്ങളൊക്കെ ഇതുപോലെ പാടങ്ങളും കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് വെള്ളായണിയിലാണ് നമ്മളവിടെ കാണാൻ പറ്റുന്നത്. ട്രാവൽ ഡയറിയിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏനമാവ് അല്ലെങ്കിൽ ഏനമാക്കൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. മെയിനായിട്ട് നമ്മൾ 2 പള്ളികളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ കാണുന്ന പള്ളിയും പിന്നെ ബോംബെ മാതാവിൻ്റെ ഒരു തീർത്ഥാടന പള്ളിയുമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കാണാൻ പോകുന്നത്. 2024 ജനുവരിയിലാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ഇന്നിവിടെ പെരുന്നാളാണ് കേട്ടോ. അതിൻ്റെ ആഘോഷ പരിപാടികളിലും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിലും അതിൻ്റെ ഒരുക്കങ്ങളിലുമൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഞാനും ഇവിടുത്തെ പെരുന്നാൾ കൂടാൻ അല്ല, ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ളൊരു പ്രോഗ്രാമിലാണ് ഞാനും വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ഈ പള്ളിയും ഇതിനടുത്ത് തൊട്ടടുത്തുള്ള ബോംബെ മാതാവിൻ്റെ പള്ളിയും വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു പള്ളിയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പള്ളികളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നത്. ഈ കാണുന്ന പള്ളി വളരെ വലിയൊരു പള്ളിയാണ്. ഇതിൻ്റെ മുൻഭാഗത്തോട്ടുള്ള റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കായൽ തീരത്തേക്കാണ് എത്താൻ പറ്റുക. ഈ നടന്നു വരുന്ന 2 സൈഡിലായിട്ട് തന്നെ കുറച്ച് പഴയ വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കഥകൾ പറയാൻ ഉള്ള വീടുകളും ആൾക്കാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് മെയിനായിട്ട് ബോംബെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് പോകാനുള്ളത്. പോകുന്ന വഴി ആ പള്ളിയുടെ തന്നെ പെരുന്നാൾ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഇത്ര അധികമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, എറണാകുളം ആ സൈഡിലോട്ടൊക്കെ നടക്കുന്ന പെരുന്നാളിൻ്റെ അത്രയൊന്നും നമ്മളെ ഇവിടെ ഇല്ല. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാണുന്ന പോലെ ബാൻഡ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കരോൾ പോകുന്നത് പോലെ അവിടെ നേർച്ചയുടെ ഭാഗമാണിത്. ഓരോ വീടുകളിലേക്കും ഇങ്ങനെ ബാൻഡ് വായിച്ച് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൊത്ത് ഓരോ വീടുകളിലേക്കും പോകുന്ന വഴി തന്നെ 1-2 ടീമുകൾ കണ്ടു. എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ അറിയാം. അപ്പോൾ ഒന്നുകൂടെ പരിചയം പുതുക്കാനും കഴിഞ്ഞു. അവരുടെ കൂടെ കുറച്ച് നേരം നടന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ തീർത്ഥാടന പള്ളിയിലേക്കാണ് പോകുന്നത്. കോഞ്ചിറ പരിശുദ്ധ ബോംബെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നത് പള്ളിയുടെ പുറകുവശമാണ്. ഇതുവഴി നേരെ പോകുമ്പോൾ നമുക്ക് പള്ളിയുടെ മുന്നിലേക്ക് എത്താൻ പറ്റും. പള്ളിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വളരെ വിശാലമായ പാടശേഖരത്തിനോടനുബന്ധിച്ചാണ് ഈ പള്ളി അവിടെ ഇരിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് കഥകൾ പറയാനായിട്ട് ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഏനാമാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കോഞ്ചിറ പള്ളിയിലാണ്. കോഞ്ചിറ പള്ളിയുടെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ട്രാവൽ ഡയറിയിലെ ചില എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് പള്ളികളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ്. സംഭവം വേറെ ഒന്നുമല്ല, ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ഇവിടെ വലിയ പെരുന്നാളുകളാണ്. അപ്പോൾ അതിൻ്റെ പെരുന്നാൾ പ്രമാണിച്ച് ബാൻഡ് പ്രോഗ്രാമിന് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇതുപോലുള്ള വലിയ പള്ളികൾ കിട്ടുമ്പോൾ നമ്മൾ അതും കൂടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആണ് നമ്മുടെ ചാനലിൽ കൂടെ ഇടുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ ബാൻഡിൻ്റെ പ്രോഗ്രാംസ് കിട്ടുന്നത് മേളക്കാരനെന്ന് പറയുന്ന വേറൊരു നമ്മുടെ തന്നെ ഒരു ചാനലിൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏനമാവെന്ന് പറയുന്ന തൊട്ടപ്പുറത്തുള്ളൊരു വലിയ പള്ളിയിലാണെന്ന് പ്രോഗ്രാം. അത് ഇതുപോലെ പേര് കേട്ടൊരു പള്ളിയാണ്. അവിടെ വന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് കോഞ്ചിറ തീർത്ഥാടന പള്ളി. ഇതിനും ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിങ്ങനെ വന്ന് പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ചരിത്രമൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിഷ്വൽസിനും കൂടെ അതിൻ്റെ കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, ഹിസ്റ്ററിയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഞാൻ മാപ്പ് നോക്കിയാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയൊന്നും അറിയില്ലല്ലോ. മാപ്പ് നോക്കി വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പുറകെ ഇപ്പോൾ വെയിലാണ്.
കാണാൻ പറ്റും. നമ്മളെ നാട്ടിലൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. എന്നാൽ നെൽപ്പാടങ്ങൾ, കുറച്ചപ്പുറത്ത് കായലിൻ്റെ റിസർവ് ഏരിയ ഉണ്ട്. നമ്മൾ നിന്ന് ആ പള്ളിയുടെ അടുത്തും ഇതുപോലെ തന്നെയാണ്, കായൽക്കരയാണ്, കായലിൻ്റെ അടുത്താണ് ആ പള്ളി ഉള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഗ്രാമഭംഗി, വല്ലാത്തൊരു ഗ്രാമഭംഗി. കേരളത്തിൻ്റെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ പാടം കിടപ്പുണ്ട്, നെൽപ്പാടം, നെല്ലുണ്ട്, നെല്ല് വിളഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ വന്ന്. രാവിലെ നമുക്കിനി ഉച്ചയ്ക്ക് അവിടെ പ്രോഗ്രാം വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോകണം. അതിനിടയ്ക്ക് കുറച്ച് ബാൻഡ് ടീമുകളെ കണ്ടു, അവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് മേളക്കാരൻ ചാനലിൽ വരും. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ട്രാവലിംഗ് ഇതാ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. പെട്ടെന്ന് കണ്ടൊരു സ്ഥലം. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നടന്നു പോന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പോംബെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയുള്ള ഹിസ്റ്ററിയൊക്കെ ഞാൻ ഒത്തിരി തപ്പി. അപ്പോൾ നമ്മൾ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു സ്ഥലം കാണിക്കുമ്പോൾ അവിടെ ഉള്ള ആ സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി അത് ഈ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ നല്ല രീതിയിൽ സെർച്ച് ചെയ്തത്. നല്ല രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ മാത്രമേ എനിക്ക് അല്പമെങ്കിലും കിട്ടാൻ സാധിച്ചുള്ളൂ. വിക്കിപീഡിയയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇല്ലായിരുന്നു. വേറൊരു ചാനൽ ഇതുപോലെ ഹിസ്റ്ററി പറഞ്ഞിട്ടിരുന്നതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. ചർച്ചിൻ്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് ഒരു പേമാരി കാലത്ത് ഈ കൊഞ്ചിറക്കടവിൽ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് വള്ളവും കടത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ആ പേമാരി കാലത്ത് മാതാവിൻ്റെ ഒരു ചിത്രം എവിടെ നിന്നോ ഒഴുകി വന്ന് അവിടെ തങ്ങി നിന്നു. ആ ചിത്രത്തെ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ കടത്തും തോണിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ കർഷകർക്കും അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും വഴികാട്ടിയായിട്ട് ഒരു സ്ത്രീ അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ തുടർന്നതിന് ശേഷം ആ സ്ത്രീയുടെ ആവശ്യം പരിഗണിച്ച് ഏനമാവ് പള്ളി കമ്മിറ്റിക്കാർ തൃശ്ശൂർ രൂപതയുടെ അന്നത്തെ മെത്രാനായിരുന്ന മെഡ്ലിക്കോട്ട് പിതാവിനെ സമീപിച്ചു. വേറൊന്നുമല്ല ആവശ്യം, കൊഞ്ചിറക്കടവിൽ ഒരു കപ്പേള പണിയണം, ഇതായിരുന്നു ആവശ്യം. ഈ ആവശ്യമായിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് ചെന്ന സമയത്ത് ഈ പിതാവ് തന്റെ സ്ഥാനചിഹ്നങ്ങൾ വാങ്ങുവാൻ വേണ്ടി റോമിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ഇവര് അവിടെ ചെന്ന് അച്ഛനോട് ഈ കാര്യം പറയുന്നത്. 1887 ഈ സംഭവം നടക്കുന്നത്. റോമിൽ പോയി തിരിച്ചു വരും വഴി അച്ഛൻ പോംബെ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി സന്ദർശിക്കാൻ ഇടയായി. അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മാതാവിന്റെ ഒരു ചിത്രം കൂടെ തിരികെ കൊണ്ടുവന്ന ചിത്രം അന്ന് ഏനമാവ് വികാരിയായിരുന്ന പൊറിഞ്ചു കത്തനാരെ ഏൽപ്പിച്ചു. 1887 പിതാവ് കൊണ്ടുവന്ന ചിത്രം പ്രതിഷ്ഠിച്ചാണ് കൊഞ്ചിറക്കടവിൽ ഓലമേഞ്ഞ പള്ളിയുടെ ആരംഭം എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ചിത്രം ഇന്നും ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പലതവണ പള്ളി പുതുക്കി പണിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ രീതിയിൽ മാറ്റപ്പെട്ടത്. ഇതുപോലത്തെ ഒരു സ്ഥലം നമ്മളവിടെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെള്ളായണി ഇതുപോലെയാണെന്ന് തോന്നുന്നു. കുറച്ച് വരമ്പും തോടും കാര്യങ്ങളൊക്കെ ഇതുപോലെ പാടങ്ങളും കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് വെള്ളായണിയിലാണ് നമ്മളവിടെ കാണാൻ പറ്റുന്നത്. ഇതുപോലെ ഇത്ര വിശാലമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒന്ന്, പിന്നെ ആനാട് കുറച്ച് സ്ഥലമുണ്ട് എൻ്റെ ഓർമ്മയിൽ. ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് കൊഞ്ചിറ തീർത്ഥാടന പള്ളിയാണ്. അപ്പുറത്തെ സൈഡിൽ നല്ല പച്ച കളർ നെല്ല് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ
എനിക്ക് തോന്നുന്നു വിളഞ്ഞതായിരിക്കും, വിളവെടുപ്പിനുള്ള സമയമായതായിരിക്കും. അതായത് പച്ച കളറൊക്കെ മാറി വേറൊരു കളറിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തായിരുന്നാലും കട്ട് ചെയ്തെടുക്കാനുള്ള ടൈം ആയി എന്ന് തോന്നുന്നു. ഇതിപ്പുറത്തെ സൈഡാണ്. ഇതുപോലെ തന്നെ വലിയ പാടശേഖരം ഇവിടെ കാണാൻ സാധിക്കും. അപ്പുറത്തെ സൈഡിൽ കായലിൻ്റെ ഒരു റിസർവ് ഏരിയയും കൂടെ ഉണ്ട്. നമ്മൾ ഉച്ച സമയത്താണ് ബോംബെ പള്ളി ആ പ്രദേശങ്ങളിലൊക്കെ പോയത്. അതിനുശേഷം തിരികെ വന്നു. പള്ളിയുടെ പെരുന്നാളിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അവസാനം കാണുന്ന കലാശക്കൊട്ടാണിത്. ഉദ്ദേശം ഒരു 100-ന് പുറത്തൊക്കെ വരുന്ന കലാകാരന്മാർ, ഒരു 5, 6, 7, 8 ടീമൊക്കെ ഒരുമിച്ച് നിന്ന് ഒരു ലാസ്റ്റുള്ള കലാശക്കൊട്ടാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ പെരുന്നാൾ, അല്ലെങ്കിൽ അവിടുത്തെ പ്രോഗ്രാംസ്, അവിടുത്തെ കാഴ്ചകൾ വളരെ വളരെ ഭംഗിയുള്ളതായിരുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾ കേരള ട്രിപ്പ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.